സ്വയം അറിയുന്നതാണ് വിജ്ഞാനത്തിലേക്കുള്ള ആദ്യ ചുവടുപടി. ഉള്ളിലെ സത്യത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരിലേക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. തിരിച്ചറിവില്ലാത്ത പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി തിരിച്ചറിവുള്ള പുതിയ മനുഷ്യനായി പരിണമിക്കാനുള്ള ഒരവസ്ഥ. ഇതിന് മകുട ഉദാഹരണമാണ് വാത്മീകി മഹർഷിയുടേത്. അനേക വർഷങ്ങൾക്ക് മുൻപ് രത്നാകരൻ എന്ന ഒരു കൊള്ളക്കാരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. രാത്രിയിൽ പതിയിരുന്ന് വഴിയാത്രക്കാരിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുക്കുകയായിരുന്നു രത്നാകരന്റെ പതിവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറച്ച് സന്യാസികൾ വനത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ രത്നാകരൻ മുമ്പിലേക്ക് എടുത്തു ചാടുകയും കടാര കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിലൊരു സന്യാസി രത്നാകരനോട് വളരെ ശാന്തമായി ചോദിച്ചു, നീ ഈ സാഹസം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? രത്നാകരൻ ഉറച്ചു മറുപടി പറഞ്ഞു, ഇത് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്. സന്യാസി പിന്നെയും പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭാര്യയോടും മക്കളോടും ചോദിക്കൂ, നീ ചെയ്യുന്ന ഈ ഹീനപ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടുമ്പോൾ അവരും നിനക്ക് കൂട്ടാളിയായി നിൽക്കുമോ എന്ന് ചോദിച്ചു നീ വരിക. നീ പോയി ചോദിച്ച് തിരികെ വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇത് കേട്ട രത്നാകരൻ തന്റെ സ്വന്തം ഭവനത്തിലേക്ക് ഓടിപ്പോവുകയും തന്റെ എല്ലാമായ ഭാര്യയോടും മക്കളോടും ചോദിച്ചു, ഞാൻ ഈ ചെയ്യുന്ന ഹീനപ്രവൃത്തിക്ക് ശിക്ഷ കിട്ടുമ്പോൾ നിങ്ങളും എന്റെ ഒപ്പം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചതിന് രത്നാകരന് മറുപടി കിട്ടിയത്, നിങ്ങളാണ് മോഷ്ടിക്കുന്നതും പിടിച്ചു പറിക്കുന്നതും, അതിന് ഞങ്ങൾ എന്തിനു ശിക്ഷ നേടണം? അതിനാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം നിങ്ങൾ തന്നെ വാങ്ങിക്കൊള്ളണം, ഞങ്ങൾ ഒരിക്കലും അതിന് അർഹതയല്ല എന്നായിരുന്നു തന്റെ പ്രിയപ്പെട്ടവരുടെ മറുപടി. സഹിക്കാനാവാത്ത വേദനയുമായി രത്നാകരൻ സന്യാസികളുടെ അടുത്തേക്ക് ഓടിക്കിതച്ചെത്തി. കണ്ണുനീർ തൂകിക്കൊണ്ട് സന്യാസികളുടെ പാദങ്ങളിൽ രത്നാകരൻ കമന്നു വീണു. അതിലൊരു സന്യാസി ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തു. മരാ മരാ എന്ന് ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുത്തു. മര എന്ന വാക്കിന്റെ അർത്ഥം മരണം എന്നാണ്. മര എന്ന വാക്ക് തുടർച്ചയായി ഉരുവിടാൻ പറഞ്ഞതിനു ശേഷം മഹർഷികൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഈ മര എന്ന വാക്ക് തുടർച്ചയായി ചൊല്ലുവാൻ തുടങ്ങിയപ്പോൾ അത് രാമരാമയായി മാറി. അങ്ങനെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് രാമരാമ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ഒരു ചിതൽപുറ്റായി പരിണമിച്ചു. അങ്ങനെ ആ ചിതൽപുറ്റിൽ നിന്നും പുതിയൊരു മനുഷ്യൻ പരിണമിച്ചു. അങ്ങനെയാണ് വാത്മീകി മഹർഷി എന്ന പുണ്യപുരുഷൻ രൂപം കൊണ്ടത്.